ടി രാമകൃഷ്ണൻ 22,592 വോട്ടിന് ജയിച്ച പേരാമ്പ്രയില് ഫാത്തിമ തഹ്ലിയ ജയിച്ച്. ഫാത്തിമ തഹ്ലിയ ആരാ? UDFിലെ ശോഭാ സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ പ്രത്യേകത എല്ലാവർക്കും ഇടിച്ചു കയറി നല്ല സംസാരിച്ച ആളുകളെ വശീകരിച്ച് ആളുകളെ കണ്ടിട്ട് പിടിച്ചു നിർത്താനും ഇതിനുള്ള ശേഷിയുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. സംശയമില്ല, എവിടെ മത്സരിച്ചാലും വോട്ടിന്റെ ഇത് കൂട്ടുണ്ട്. അതെ, BJPന്റെ കാൻഡിഡേറ്റ് അതേ ഒരു ക്യാരക്ടർ, അതേ ഒരു ഇതാണ്, അതേ ഒരു ശക്തിയും ആർജവും ഇതുള്ള കരുത്തുള്ള ഒരു വനിതയായിട്ടാണ് പൊതുവെ ഫാത്തിമ തഹ്ലിയ എന്ന യുവമുഖത്തെ പൊതുവെ ജനങ്ങൾ കാണണ്ടേ. അവർക്ക് തന്നെ 22,592 മറികടക്കാൻ കഴിയും. പ്രത്യേകിച്ച് പേരാമ്പ്രങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടിത്തറുള്ള പാർട്ടി പ്രവർത്തകർ നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പേരാമ്പ്ര പോലുള്ള മണ്ഡലത്തിൽ. അപ്പൊ നമ്മള് 2016 പോവാം. അപ്പൊ ചെറിയൊരു ചില കാര്യങ്ങൾ മനസ്സിലാക്കും. 2016 കണ്ടില്ലേ, 44 ഇതും 47 UDFും LDFും തമ്മിലുള്ള മാറ്റം. അതായത് 3% ലീഡ് 4101. അതായത് 4000 വരെ അവിടെ ആരെത്തിക്കണം? UDF സംഭവം എത്തിക്കണം. അപ്പം ഒന്ന് മെനക്കെട്ട് അന്ന് LDFിന് അനുകൂലമായിട്ടുള്ള അനുകൂല തരംഗം നടന്ന സമയമാണ് കേട്ടോ. 2021 ഇടതിന് അനുകൂലമായിട്ട് തരംഗമായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ഇത് ഫാത്തിമ തഹ്ലിയന്റെ അത് എവിടെ ചെന്നാലും ജനസ്വീകാര്യതയും അത്ഭുതപ്പെടുത്തുന്ന, അതായത് UDFിന് വളരെ അപൂർവ മണ്ഡലങ്ങളിലാണ്, LDFിനായാലും UDFിനായാലും ഒരു കാൻഡിഡേറ്റിന് ഇത്ര ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് എല്ലാവരും പൊതുവെ പറയപ്പെടുന്ന അവിടുത്തെ വിഷ്വൽസുകളും വീഡിയോസും മാധ്യമ ശ്രദ്ധയും അതെല്ലാം കൂടി അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ 22,592 എങ്ങനെ മറികടക്കും? സംഭവം ഒരു 12,500 അല്ലെങ്കിൽ 12,200-300 വോട്ട് നേടിയ സംഭവം മറികടക്കുക അത് കഴിയുമോ? ഈ ഫാത്തിമ തഹ്ലിയന്റെ ഈ സ്വീകാര്യതയും ഭരണവിരുദ്ധ തരംഗങ്ങളും UDFിൽ ഇതുവരെ ഇല്ലാത്തൊരു ഐക്യവും ഭയങ്കരമായ പ്രവർത്തനവും ഇതെല്ലാം കൂടി കൂടിയാലും മറികടക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ഫാത്തിമ തഹ്ലിയക്കിട്ട് സ്വീകാര്യത തന്നെ അതിൽ ഏറ്റവും വലുത് UDF എന്ന സംവിധാനത്തെക്കാൾ കൂടുതൽ ഫാത്തിമ തഹ്ലിയ എന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ അടുത്ത കാലത്ത് എന്നുള്ള ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും പ്രായം കുറഞ്ഞൊരു സ്ത്രീയെ ഒരു നിയമസഭയ്ക്ക് മത്സരിപ്പിക്കുന്ന ആദ്യമായിട്ടാണ്. അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട്. ജാതി മത ഭേദം തന്നെ ഫാത്തിമ തഹ്ലിയക്ക് കിട്ടുന്ന സ്വീകാര്യത ഭയങ്കര അപാരമാണ്. പിന്നെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു മുന്നോക്കം, സംസാര ശേഷിയും കഴിവും കാര്യപ്രാപ്തിയും ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടം മറിച്ചിടാൻ കഴിയുമോ? എന്റെ കാഴ്ചയിൽ ഇത് മറിയുന്നാണ് തോന്നുന്നില്ല. അത് പേരാമ്പ്ര മറിയും. ഈ 38 മിക്കവാറും ഈ 40ക്കും ഇടതുപക്ഷം ഈ 52 ഈ 44ക്കും ആകാനില്ല എല്ലാ സാധ്യതയും പേരാമ്പ്രയിൽ കണ്ട്. അതിനുള്ള ചില തെളിവുകൾ എന്താ വെച്ചാല് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വർഗീയപരമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം സാധാരണ തോൽവി മണക്കും തോൽക്കും എന്നുള്ളൊരു ഭീതി ഇതുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രചരണ ആയുധങ്ങൾ പുറത്തെടുക്കാനുള്ളത്. അപ്പൊ അത് ആയുധം അവിടെ എന്നുള്ള യേശാന് സാധ്യതയില്ല. ഇതേ സ്ഥലത്താണ് കാഫർ സ്ക്രീൻഷോട്ട് വന്ന വടകരന്റെ ഭാഗമായിട്ടുള്ള മണ്ഡലമാണ് പേരാമ്പ്ര. അപ്പൊ അന്ന് അത് ഏശിയിട്ടില്ല. അന്ന് ഏശാത്ത് ഇന്ന് യേശൂല. ഫാത്തിമ പേരാമ്പ്ര തൂക്കും. കേരളത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറികൾ നടക്കാൻ പോകുന്നത് പേരാമ്പ്രയിലായിരിക്കും, ഒരു സംശയമില്ല. പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് ഉറപ്പിച്ചോളി.